ഹായ് ഗൈസ്, ഇന്ന് നിങ്ങളിലേക്കൊരു അറിവ് പകർന്നു നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് വിപിൻ എന്നാണ്. ഞാനൊരു ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വീടുകളിൽ കംപ്ലൈൻറ്റ് നോക്കുമ്പോഴൊക്കെ പല സ്ഥലത്തും ഇലക്ട്രിക്കൽ ഷോക്ക്, അതായത് വീടുകളുടെ അടുക്കളകളിൽ, വീടിൻ്റെ ഭിത്തിയിൽ എല്ലാം ഷോക്കുകൾ ലഭിക്കുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. പലർക്കും അതുമൂലം ഷോക്ക് അടിക്കുകയും ചെറിയ കുട്ടികൾക്ക് വരെ ഷോക്ക് അടിക്കുന്ന ഒരു അവസ്ഥ വന്നു. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം പഴയ വീടുകളിൽ ചെയ്തിരിക്കുന്ന വയറിങ്, ചിലപ്പോൾ എർത്തിൻ്റെ വയറൊക്കെ, എർത്ത് കമ്പിയൊക്കെ അടിക്കുന്നതൊക്കെ ഭിത്തി കൂടെ ഇങ്ങനെ സോഫ്റ്റായിട്ട് നമ്മൾ അടിച്ചു വിട്ടിട്ടുണ്ടാവും പഴയ വീടിൻ്റെയൊക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പല വീടുകളിൽ ചെന്നപ്പോൾ ആ വീടിൻ്റെ ഭിത്തിയിലൊക്കെ ഷോക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു എർത്തിൻ്റെ കമ്പിയിൽ ഷോക്ക് അടിക്കുന്നു. അപ്പോൾ ചിലർക്ക് അതറിയില്ല, കാരണം കുട്ടികളൊക്കെ ഉള്ള വീടുകളാണ്, കുട്ടികളൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ വീടുകളിലെ ഭിത്തിയിലൊക്കെ പണ്ടൊക്കെ എർത്ത് കമ്പി വെറുതെ അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതിൽ കൂടെ നല്ല രീതിയിൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മളെ വീടുകളിലെല്ലാം പഴയ വീടുകളിലൊക്കെ ഇതുപോലത്തെ ഒരു ഇതുണ്ട്, എന്താ പറയുക, മെയിൻ സ്വിച്ച്. ആ മെയിൻ സ്വിച്ചിൻ്റെ ഈ കാണുന്ന ഈ റാഡ് അത് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഓവർ വോൾട്ടേജ് അല്ലെങ്കിൽ ഇടിമിന്നൽ അതൊക്കെ വരുമ്പോൾ ഈ റാഡ് കത്തിപ്പോയിട്ട് ആ റാഡ് കണക്ട് ചെയ്തിട്ടതിൻ്റെ കൂടെ ഇതിൽ കറണ്ട് പാസ്സാവില്ല. അതായത് ഇത് തമ്മിലിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ കറണ്ട് ഇങ്ങനെ പാസ്സായതിന് ശേഷം ഈ ഫുൾ ബോഡി എർത്താവുകയും, അതായത് മൊത്തം ബോഡി എർത്ത് വരികയും, അത് നമ്മൾ കണക്ട് ചെയ്തിരിക്കും. ഈ എർത്ത് കണക്ട് ചെയ്തിട്ട് ഈ എർത്തിൽ കൂടെ അത് നമ്മൾ താഴേക്ക് പോവുകയാണ്, ഭൂമിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കറണ്ട് നഷ്ടവും ഓവർ ബില്ലിങ് എല്ലാം വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഏറ്റവും വലിയ പ്രശ്നം എന്നത്, ഏറ്റവും വലിയ സംഭവിക്കുന്നത്, കറണ്ട് പാസ് ചെയ്യാൻ നമ്മൾ അറിയാതെ പോയിട്ട് ആ എർത്ത് കമ്പി പിടിക്കുമ്പോൾ നമ്മളെ ബോഡിയിലേക്ക് കറണ്ട് പോകുകയും ചെയ്യും. അപ്പോൾ അതുമൂലം മരണം വരെ സംഭവിക്കാവുന്നൊരവസ്ഥയാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കണം. എല്ലാ വീടുകളിലും, പഴയ വീടുകളിലും കാര്യങ്ങളൊരു ശ്രദ്ധിക്കണം, പൂർണ്ണമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ മെയിൻ സ്വിച്ച് സേഫ് ആണെന്നും നമ്മളെ എർത്തിങ് സേഫ് ആണെന്നും നമ്മുടെ എർത്ത് കമ്പി അത് കവേർഡ് അല്ലെങ്കിൽ കവർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇത് ചെയ്തത്. ഓക്കെ, താങ്ക് യു.